വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ എന്താ ഞാൻ കൂടെ പോയാല്? പോകണ്ട. വിടമാട്ടെ, വിടമാട്ടെ. அப்ப நீ என்ன இங்கிருந்து எங்கேயும் போக விட மாட்ட? ஐயோ நாய, உனக்கு எவ்வளவு தைரியம் இருந்தா இப்பவும் என் கண் முன்னாடி வந்து நிப்ப? இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொன்னு ஓ ரத்தத்தை குடிச்சு ஓங்கார நடனம் விடுவேன். അത് കലക്കി എന്റെ ജുവലേ. ഹലോ, ഇത് തുടങ്ങിയപ്പോ എന്താ പറഞ്ഞു? ഇത് അഭിനയിക്കാൻ ഇങ്ങോട്ട് കാച്ചു തരണോ? ഇതിപ്പോ ഇതിന്റെ കാശ് എനിക്ക് ഇങ്ങോട്ട് തരണം. എന്റെ ജീവിത മാർഗമാണ് ഈ ഇതിനൊക്കെ ഇനി ആര് സമാധാനം പറയും? കറക്റ്റ് ആയിട്ട് ചെയ്തിട്ട് പൊട്ടിയായിരുന്നെങ്കിൽ കൈയടിച്ചാൻ എല്ലാരും. ഇത് ഡയലോഗും തെറ്റി, ഇത് ഞങ്ങള് എടുത്ത് ശരിയാക്കി. വളരെ സന്തോഷമുണ്ട് എന്റെ ഭഗവാനെ. അങ്ങനെ ജെനിയുടെ ജീവിതമാർഗം മുട്ടിച്ചതിന് വളരെയധികം നന്ദി രണ്ടുപേരോട്. അപ്പൊ ഇനിയെങ്കിലും ഇതൊക്കെ പോയല്ലോ, ഇനിയെങ്കിലും നീ പണിയെടുത്ത് നിന്നോന്ന് വിചാരിക്കും. ഞാൻ എങ്ങനെ പണിയെടുക്കാതെ എങ്ങനെ പണി കൊടുത്ത് ജീവിക്കാം എന്ന് പഠിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിലായിരുന്നു അവളുടെ പണിയായുധങ്ങളാണ് രാജാവേ നിങ്ങളീ തകർത്തത്. ഇതിപ്പം എന്തായാലും വൃത്തിയാക്കണമല്ലോ പിള്ളേരെ. ബാ, എന്തായാലും വൃത്തിയാക്കാം. Come on, boys. ഞാൻ ഈ മുകളിൽ ആകപ്പാടെ ഇച്ചിരി മേലനങ്ങി പണിയെടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഉരുട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരിക, അത് ഉരുട്ടിക്കൊണ്ട് അങ്ങോട്ട്. എന്തായാലും എനിക്ക് ആ ഒരു ജോലിയും കൂടെ ഇല്ലാതാക്കി തന്നതിൽ വളരെ ഉപകാരമുണ്ട്. ഇനിയിപ്പോ എനിക്ക് തിരിച്ച് അങ്ങോട്ട് പാർലറിലേക്ക് പോകുന്നില്ല, ഞാൻ നേരെ പുറത്തേക്ക് പോക്കോളാം. ഓക്കെ, അടുത്തൊന്നും വേണ്ടി വാങ്ങിച്ചിട്ട് വാ. അതെ, ഇനി ഇങ്ങോട്ട് വരാൻ പറ്റും. തമാശ ബസാറിൽ നമ്മൾ ഒത്തിരി സെലിബ്രിറ്റീസിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, അവരുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഗായത്രി സുരേഷിന് വേണ്ടി ഞാനൊരു സ്പെഷ്യൽ ഗസ്റ്റിനെ, ഗായത്രിയുടെ ലൈഫിൽ ഗായത്രിക്ക് ഒത്തിരി വേണ്ടപ്പെട്ട ഒരു വ്യക്തി ഒരുപാട് നാളുകൾക്ക് ശേഷം ഗായത്രിയെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരാൻ പോവാണ്. സോ റെഡിയാണോ? റെഡി. അപ്പൊ ഞാൻ ഗായത്രിയുടെ കണ്ണൊന്ന് പൊത്താൻ പോവാണ്. ഇദ്ദേഹം വരുമ്പോ നമുക്ക് ആ സർപ്രൈസിൽ തന്നെ അത് കാണാം. കണ്ണ് പറയണ ആരും കാണണ്ട. അതെ, ആ വികാര പ്രകടനമൊന്നും ആരും കാണണ്ടാന്ന്. യെസ്.